പക്ഷേ പോലീസ് അന്വേഷിച്ചുവെന്നും ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകളടക്കം കണ്ടുകിട്ടിയെന്നുമാണ് പോലീസ് അവകാശപ്പെടുന്നത്. അത് സംബന്ധിച്ച് വിചാരണ കോടതിയുടെ മുമ്പാകെ കുറ്റപത്രം സമർപ്പിച്ചു. അപ്പോൾ ഇത്ര നാളും മുകേഷ് സത്യവാനാണ്, പുണ്യവാനാണ്, പരമയോഗ്യനാണ് എന്നൊക്കെയാണ് CPM കരുതിയിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഭാവിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മുഖ്യൻ്റെ മേശപ്പുറത്തിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ചത്. ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഇവിടെ ഈ കേരള നിയമസഭയിലോ അല്ലെങ്കിൽ കൊല്ലത്തോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, അങ്ങ് ഡൽഹിയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ വരെ എത്തണം എന്നാണ് പാർട്ടി ആഗ്രഹിച്ചത്. പക്ഷേ കൊല്ലത്തെ ആളുകൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് അവർ പ്രേമേന്ദ്രനാണ് ജയിപ്പിച്ചത്. എന്തുവാട്ടെ മുകേഷ് ഇപ്പോഴും MLA ആയിട്ട് തുടരുകയാണ്. പക്ഷേ അപ്പോഴും പാർട്ടി പറഞ്ഞത് മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിനെതിരെ ഉള്ള ആരോപണങ്ങൾ വെറും ആരോപണങ്ങൾ മാത്രമാണ്, കുറ്റം തെളിയട്ടെ എന്നാണ്. ഇപ്പോൾ പോലീസ് പറഞ്ഞ അദ്ദേഹത്തിനെതിരെ തെളിവുണ്ട് എന്നാണ്. പക്ഷേ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് കോടതി ശിക്ഷിക്കട്ടെ, പാർട്ടിയുടെ തീരുമാനം എന്ന് വെച്ചാൽ ഒന്നൊന്നര തീരുമാനമാണ്. അതാണ് ഈ പാർട്ടി. മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് ഈ പാർട്ടികളുടെ ഒരു മേന്മ എന്താണെന്ന് വെച്ചാൽ പാർട്ടിക്ക് അറിയാം ഓരോരുത്തരുടെ പേരിൽ എന്ത് നടപടി എടുക്കണം, എന്ത് നടപടി എടുക്കാതിരിക്കണം എന്നുള്ള കാര്യം. പാർട്ടിയെ ആരും പഠിപ്പിക്കേണ്ടതില്ല, പാർട്ടിയുടെ തീരുമാനം അന്തിമമാണ്. നമസ്കാരം. കൊല്ലം MLA മുകേഷിനെതിരെ ലൈംഗിക പീഡന കേസിൽ ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. MLA മുകേഷിന് വിചാരണ ചെയ്യത്തക്ക രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ മുകേഷ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഭരണകക്ഷി MLA ആയ CPMന്റെ MLA ആയ കൊല്ലം MLA മുകേഷിനെതിരെയാണ് ഇപ്പോൾ പോലീസ് ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്. ആലുവ സ്വദേശിയായ ഒരു നടിക്ക് ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ അംഗത്വം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് അവർക്ക് സിനിമയിൽ അവസരം നൽകുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുകേഷ് പലവട്ടം തന്നെ പീഡിപ്പിച്ചതായി ഈ നടി പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ ഈ പരാതിയിന്മേൽ പോലീസ് കേസെടുത്ത് അന്വേഷിക്കുകയും ഈ കേസിന് ആസ്പദമായി നടി പറഞ്ഞ കാര്യങ്ങളിൽ മുകേഷ് കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മുകേഷിനെതിരെ വിചാരണ ചെയ്യാനുള്ള കുറ്റകൃത്യങ്ങൾ മുകേഷ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പോലീസ് പറയുമ്പോൾ ഭരണകക്ഷി MLAക്കെതിരെ ആഭ്യന്തര വകുപ്പിലെ പോലീസുകാർ എടുത്ത ഈ നടപടി CPMനെയും ഭരണപക്ഷത്തെയും ഞെട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ വേണ്ടപ്പെട്ടയാൾ എന്നൊക്കെ അറിയപ്പെടുന്ന മുകേഷിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നടപടി നേരിടേണ്ടി വന്നത് എന്നുള്ളത് ചിന്തനീയം തന്നെയാണ്. കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ CPMന്റെ സാധാരണ പ്രവർത്തകരും അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമെല്ലാം സർക്കാരിനെതിരെയും സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയും ഔദ്യോഗിക ഭാരവാഹിത്വത്തിനെതിരെയും തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് നിലവിലുള്ള CPMന്റെ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ കൊല്ലം ജില്ലാ കമ്മിറ്റി അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അവർ തമ്മിലുള്ള സംഘർഷം തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെടുകയായിരുന്നു. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ചലച്ചിത്ര മേഖലയിൽ നിന്നും നിരവധി ലൈംഗിക ആരോപണങ്ങളാണ് പല നടികളും പല നടന്മാർക്കും സംവിധായകർക്കും നിർമ്മാതാക്കൾക്കുമെതിരെയെല്ലാം ഉയർത്തിയിരുന്നത്. എന്നാൽ ആ കേസിൽ പല നടന്മാർക്കെതിരെയും അറസ്റ്റ് ഉണ്ടാവുകയും പലരും ജയിലിലാകുന്ന അവസ്ഥാവിശേഷം വരെ ഉണ്ടാവുകയും ചെയ്തിട്ട് പോലും മുകേഷ് അന്നെല്ലാം ഇത്തരം പീഡന കഥകളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു നടി അമ്മയിൽ അംഗത്വം നേടിക്കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുകേഷ് തന്നെ പീഡിപ്പിച്ചു, സിനിമയിൽ അവസരം നേടിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പീഡിപ്പിച്ചു എന്ന കേസിനാസ്പദമായ സംഭവത്തിൽ മുകേഷ് കുറ്റക്കാരനാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ പോലീസ് പിണറായി വിജയന്റെ വിശ്വസ്തനായ മുകേഷിനെതിരെ ഇത്രത്തോളം ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് CPMനെയും ഞെട്ടിച്ചിരിക്കുന്നു, ഇടതുപക്ഷ പ്രസ്ഥാനക്കാരെയും ഞെട്ടിച്ചിരിക്കുന്നു. എന്നാൽ ഈ വിഷയത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ പറഞ്ഞതാകട്ടെ, മുകേഷിനെതിരെയുള്ള കേസ് കോടതി തീരുമാനിക്കട്ടെ, കോടതിയിൽ നിന്നൊരു ഉത്തരവ് വരുമ്പോൾ അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നതായിരിക്കും. ഇവിടെ MV ഗോവിന്ദൻ അക്ഷരാർത്ഥത്തിൽ തടിതപ്പുകയാണ് ചെയ്തത്. കോടതി വിധി വരികയാണെങ്കിൽ തീർച്ചയായും മുകേഷ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ സ്വാഭാവികമായും മുകേഷിന്റെ MLA സ്ഥാനം നഷ്ടമാകും എന്ന് MV ഗോവിന്ദൻ അറിയാം. മുൻപ് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലെല്ലാം കോടതി വിധി ഇങ്ങനെ തന്നെയാണ് ഒരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് CPM എന്ന പ്രസ്ഥാനം ഒരു കാരണവശാലും മുകേഷിനെ തള്ളിപ്പറഞ്ഞതായോ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമോ എന്നുള്ളതൊന്നും CPM പറയുന്നില്ല എന്ന് തന്നെയാണ് MV ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ മറ്റുള്ള ഏതെങ്കിലും പാർട്ടിക്കാർക്കെതിരെ ഇത്തരത്തിലുള്ളൊരു ലൈംഗികപരമായ ആക്ഷേപങ്ങളോ അഴിമതി ആരോപണങ്ങളോ വരുമ്പോൾ അവർ രാജിവെച്ച് മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടണം എന്ന് പറയുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോൾ മുകേഷ് രാജിവെക്കേണ്ടതില്ല, അത് കോടതി തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ മുൻപ്
ഈ പാർട്ടിയുടെ ഒരു സംസ്ഥാന വനിതാ നേതാവ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് സ്വന്തമായി പോലീസുണ്ട്, കോടതിയുണ്ട് എന്നൊക്കെ പറഞ്ഞതുപോലെ ഇപ്പോൾ മുകേഷിന്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ MP ഗോവിന്ദൻ തയ്യാറല്ല. കോടതി തീരുമാനിക്കട്ടെ എന്നാണ് പറയുന്നത്. CPM ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല, കൈകഴുകി മാറി നിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മുകേഷിനെതിരെ ഇങ്ങനെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ കോടതിയിൽ ഈ കേസ് എത്തുമ്പോൾ വിചാരണയിൽ മുകേഷ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തിന് MLA സ്ഥാനം നഷ്ടമാകും. എന്നാൽ ഇത് CPM ആയി ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് നിയമസഭയിൽ MLA ആയി തുടരാം, MLA-യുടെ ശമ്പളം വാങ്ങിക്കാം. പക്ഷേ CPM ഒരു കാരണവശാലും ഇനി പാർട്ടി പരിപാടികളിൽ മുകേഷിനെ ക്ഷണിക്കില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഔദ്യോഗിക പരിപാടികളിൽ നിന്നും MLA എന്ന രീതിയിൽ മുകേഷിന് വിലക്കുണ്ടാകും, സിനിമാ നടൻ എന്ന രീതിയിലും വിലക്കുണ്ടാകും. പാർട്ടിയുടെ ഒരു പരിപാടിയിലും മുകേഷിന്റെ ചിത്രം വെച്ച് ഒരു പോസ്റ്ററോ ഫ്ലക്സോ ഒന്നും അടിക്കാൻ സാധ്യതയില്ല. മുകേഷിന് അത്തരത്തിൽ ക്ഷണിക്കാനും സാധ്യതയില്ല. അതുകൊണ്ട് മുകേഷിന് കൊല്ലം MLA ആയി തുടരാമെന്നല്ലാതെ പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളിൽ ഒന്നും തന്നെ MLA മുകേഷിനെ സംബന്ധിപ്പിക്കുകയില്ല. MLA ആയി മുകേഷിന് തുടരാം എന്ന് തന്നെയുള്ള ഒരു സൗജന്യമാണ് ഇപ്പോൾ CPM അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും മുകേഷിന്റെ കേസ് കോടതിയിലെത്തുമ്പോൾ എന്താണ് സംഭവിക്കുക, മുകേഷിനെ വിചാരണയ്ക്കൊടുവിൽ കോടതി MLA സ്ഥാനം അസാധുവാക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടറിയാം, കാത്തിരിക്കാം. പക്ഷേ പോലീസ് അന്വേഷിച്ചുവെന്നും ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകളടക്കം കണ്ടുകിട്ടിയെന്നുമാണ് പോലീസ് അവകാശപ്പെടുന്നത്. അത് സംബന്ധിച്ച് വിചാരണ കോടതിയുടെ മുമ്പാകെ കുറ്റപത്രം സമർപ്പിച്ചു. അപ്പോൾ ഇത്ര നാളും മുകേഷ് സത്യവാനാണ്, പുണ്യവാനാണ്, പരമയോഗ്യനാണ് എന്നൊക്കെയാണ് CPM കരുതിയിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഭാവിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മുഖ്യൻ്റെ മേശപ്പുറത്തിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ചത്. ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഇവിടെ ഈ കേരള നിയമസഭയിലോ അല്ലെങ്കിൽ കൊല്ലത്തോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, അങ്ങ് ഡൽഹിയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ വരെ എത്തണം എന്നാണ് പാർട്ടി ആഗ്രഹിച്ചത്. പക്ഷേ കൊല്ലത്തെ ആളുകൾക്ക് വിവരം ഇല്ലാത്തതുകൊണ്ട് അവർ പ്രേമേന്ദ്രനാണ് ജയിപ്പിച്ചത്. എന്തുവാട്ടെ മുകേഷ് ഇപ്പോഴും MLA ആയിട്ട് തുടരുകയാണ്. പക്ഷേ അപ്പോഴും പാർട്ടി പറഞ്ഞത് മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ വെറും ആരോപണങ്ങൾ മാത്രമാണ്, കുറ്റം തെളിയട്ടെ എന്ന്. ഇപ്പോൾ പോലീസ് പറഞ്ഞ അദ്ദേഹത്തിനെതിരെ തെളിവുണ്ട് എന്നാണ്. പക്ഷേ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് കോടതി ശിക്ഷിക്കട്ടെ, പാർട്ടിയുടെ തീരുമാനം എന്ന് വെച്ചാൽ ഒന്നൊന്നര തീരുമാനമാണ്. അതാണ് ഈ പാർട്ടി. മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് ഈ പാർട്ടികളുടെ ഒരു മേന്മ എന്താണെന്ന് വെച്ചാൽ പാർട്ടിക്ക് അറിയാം ഓരോരുത്തരുടെ പേരിൽ എന്ത് നടപടി എടുക്കണം, എന്ത് നടപടി എടുക്കാതിരിക്കണം എന്നുള്ള കാര്യം. പാർട്ടിയെ ആരും പഠിപ്പിക്കേണ്ടതില്ല, പാർട്ടിയുടെ തീരുമാനം അന്തിമമാണ്.